NDA ക്യാമ്പിലെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിൽ എന്നുള്ളതാണ്. ദീപക് മലയമ്മ, ഇപ്പോൾ നേതാക്കൾ എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞു, നേതാക്കളും പ്രവർത്തകരും. ഈ അവസാനമുള്ള പ്രതികരണങ്ങൾ അത് പ്രധാനമാണല്ലോ, എന്താണ് പറയുന്നത്? പൂർണ്ണ ആത്മവിശ്വാസത്തിലേക്ക് NDA ക്യാമ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് മേലാമുറിയിൽ നിന്ന് ഈ ഒരു റാലി ആരംഭിക്കുന്ന ഘട്ടം മുതൽ പിന്നീട് ഇങ്ങോട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്ന സമയം വരെയുള്ള ജനങ്ങളുടെ ഒരു സ്വീകാര്യത, ആ നിലയ്ക്ക് സ്വീകാര്യത കിട്ടിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി ഓരോ ഘട്ടത്തിലും സഞ്ചരിച്ചിരുന്നത്. നേരത്തെ തന്നെ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് NDA ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചില വിമർശനങ്ങൾ, പാർട്ടിക്കകത്തെ ചില ഭിന്നതകൾ അതൊക്കെ ഉണ്ടായെങ്കിൽ പോലും പൂർണ്ണമായും അതിനെയെല്ലാം മറച്ചുവെക്കാനും അതിനെയൊക്കെ അതിജീവിക്കാനും പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അടിത്തട്ടിൽ ഏറ്റവും ഏകോപിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ NDA സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് RSS ഉൾപ്പെടെ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇറങ്ങി എന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവവികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതോടുകൂടി പല മേഖലകളിലും അത് NDA ക്യാമ്പിന് ഉണർവ് നൽകുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ഒരു പരിപാടി ഇന്ന് അവസാന ഘട്ടത്തിൽ എല്ലാവരും നൃത്തത്തിലേക്കൊക്കെ പോയപ്പോൾ ഇന്ന് എല്ലാവരും അവസാന ഘട്ടത്തിൽ നൃത്തത്തിലേക്കൊക്കെ പോയപ്പോൾ അവിടെ സവർക്കറുടെ ചിത്രമുള്ള പതാക ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ബലിദാനികൾക്കായി മുദ്രാവാക്യം വിളിക്കുന്നു. മറുഭാഗത്ത് സന്ദീപ് വാര്യർ സംസാരിക്കുമ്പോഴാണിത്. അപ്പോൾ NDAയും കൃത്യമായി ആസൂത്രിതമായാണ് ഇന്നത്തെ കുട്ടിക്കലാശത്തിന് എത്തിയത് എന്നത് വ്യക്തമല്ലേ? ദീപക് മലയമ്മ തുടരൂ, അതിലേക്ക് വരാം.